ആക്സിയം 4 ദൗത്യം വീണ്ടും മാറ്റി. റോക്കറ്റിലെ സാങ്കേതിക തകരാറാണ് ദൗത്യം നീട്ടിവെക്കാൻ കാരണമായത്. പുതുക്കിയ വിക്ഷേപണ തീയതി പിന്നീട് അറിയിക്കും എന്ന് സ്പേസ് എക്സ് അറിയിച്ചു. 2ാം തവണയാണ് ദൗത്യം മാറ്റിവെക്കുന്നത്. 41 വർഷങ്ങൾക്ക് ശേഷം ഭാരതീയനായ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല ഭാഗമാകുന്ന ദൗത്യമാണ് ആക്സിയം 4. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. വിക്ഷേപണം കണക്കാക്കിയിരുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ഷെഡ്യൂൾ ഉണ്ടായിരുന്നത്. ഇന്ന് 5:30 വിക്ഷേപണം നടക്കുമെന്ന രീതിയിൽ ഇന്ന് രാവിലെ വരെ അതിനുള്ളൊരു സ്ഥിരീകരണം തന്നെയാണ് നിലനിർത്തുന്നത്. എങ്കിൽ കൂടി ഇന്ന് രാവിലെ 6 മണി കഴിഞ്ഞതോടുകൂടി അന്തരീക്ഷത്തിലെ ചില പ്രശ്നങ്ങൾ, അതായത് കാലാവസ്ഥയിലെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം തന്നെ വലിയൊരു ഘടകമായി. ഇന്നലെ നടക്കേണ്ടിയിരുന്ന വിക്ഷേപണം ഇന്നത്തേക്ക് മാറ്റിയത് തന്നെ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നത്തിന് പുറമെ ഓക്സിജൻ ലീക്കേജ്, അതായത് ലിക്വിഡ് ഓക്സിജൻ ലീക്കേജ് കൂടി ഈ റോക്കറ്റിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ലിക്വിഡ് ഓക്സിജൻ ലീക്കേജ് കൂടി കണ്ടെത്തിയതോടെ സുരക്ഷിതമായ യാത്രയ്ക്ക് അത് വെല്ലുവിളികൾ ഉയർത്തുമെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതും കറക്റ്റ് ചെയ്തതിന് ശേഷം, ഒരു റെക്ടിഫിക്കേഷൻ നടന്നതിന് ശേഷം തുടർ യാത്രകൾ ഷെഡ്യൂൾ ചെയ്യുക എന്നൊരു തീരുമാനമാണ് സ്പേസ് എക്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ISROയും സ്പേസ് എക്സും അത് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത വിക്ഷേപണ തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് എല്ലാം അനുമാനിക്കാനാകുന്നത്. എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ, ഒരുപക്ഷെ 48 മണിക്കൂറിനകം വിക്ഷേപണം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ചില സൂചനകൾ അനൗദ്യോഗികമായി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഈ വിക്ഷേപണം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്, നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ 41 വർഷത്തിന് ശേഷം, രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ആദ്യമായാണ് ഒരു ഗഗനചാരി, ഭാരതീയ ഗഗനചാരി ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്നത്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം യാത്ര ചെയ്യുന്ന ഗഗനചാരിക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതായത് ബഹിരാകാശ നിലയം, അതുപോലെ തന്നെ ബഹിരാകാശ യാത്ര, ബഹിരാകാശത്ത് ഭാരതം കൂടുതൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന, അതിശക്തമായി മുന്നേറാൻ ആഗ്രഹിക്കുന്ന പ്രതീക്ഷകളോടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. മാത്രമല്ല വലിയ വിജയങ്ങൾക്ക് കൂടി ശേഷമാണ് 85-നെ അപേക്ഷിച്ച് 84-നെ അപേക്ഷിച്ച് 2005-ലെ ഭാരതീയനായ ബഹിരാകാശ യാത്രയുടെ സഞ്ചാരം എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയും ആ ഒരു പ്രത്യാശയും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് ശാസ്ത്രകുതികൾക്കും ഭാരതീയർക്കും എല്ലാം ഇടയിൽ തന്നെ. രോഹിണി. ശരി, ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.